ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അനിമൽ വേൾഡിന് ഇഷ്ടമല്ലാത്തവർ വളരെ ചുരുക്കം മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? മാത്രമല്ല, ഇതുപോലെ ഈ അനിമൽസ് ഒക്കെ ആയിട്ട് ഒന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഏതെങ്കിലും പെറ്റ് ലവേഴ്സ് ഉണ്ടായിരിക്കും. സോ അങ്ങനെ ആ ഒരു അനിമൽ വേൾഡിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഹോപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് 2026 ഇറങ്ങിയിട്ടുള്ള ഒരു ആനിമേറ്റഡ് കോമഡി സയൻസ് ഫിക്ഷൻ മൂവി പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ മൂവിയിലോട്ട് കടന്നാലോ? അങ്ങനെ നമ്മുടെ മൂവി തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ മേബിൾ എന്നൊരു കുട്ടി കുറുമ്പിയെ കാണിക്കുന്നുണ്ട്. പ്രകൃതിയെയും മൃഗങ്ങളെയും ഒരുപാട് സ്നേഹിക്കുന്ന മേബിൾ ഇപ്പോ ഉള്ളിൽ നടക്കുന്ന ഒരു എക്സിബിഷന് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ജീവികളെയും ഇതിനിങ്ങനെ അടച്ചിടാനൊന്നും പാടില്ലെന്ന് പറഞ്ഞിട്ട് അതിനെ തുറന്നുവിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അവളുടെ ടീച്ചേഴ്സും പ്രിൻസിപ്പളും കൂടി കൈയോടെ അവളെ ഈ സമയത്ത് പൊക്കിന്ന് മാത്രമല്ല, ഇപ്പതാ അവളുടെ അമ്മേനെ വിളിച്ചിട്ട് അമ്മയുടെ മുമ്പിൽ വെച്ചെന്നെ അവൾക്ക് നല്ല രീതിയിൽ ചീത്തയും കേൾക്കുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ മേബിള് അവൾക്ക് ഈ മൃഗങ്ങളോടും പ്രകൃതിയോടും ഒക്കെയുള്ള നിഷ്കളങ്കമായിട്ടുള്ള ആ ഒരു സ്നേഹം കൊണ്ടാണ് ഇങ്ങനത്തെ പണികളൊക്കെ ഒപ്പിക്കുന്നതെങ്കിലും ഇതിപ്പോ ആദ്യമായിട്ടല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് തന്നെ അവളുടെ അമ്മയ്ക്ക് ലാസ്റ്റ് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് ശരിയാവില്ലെന്ന് പറഞ്ഞ് അവളിപ്പോ നേരെ മുത്തശ്ശിയുടെ വീട്ടിൽ കൊണ്ടാക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയുടെ വീട്ടിൽ വളരെയധികം വിഷമിച്ച് എല്ലാവരോടും പിണങ്ങിയിരിക്കുന്നുണ്ടായിരുന്ന മേബിളിനെ ഈ പിണക്കൊക്കെ മാറ്റി താഴേക്ക് വരാനും എനിക്കൊരു സീക്രട്ട് ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് മുത്തശ്ശി വിളിക്കുമ്പോൾ അവള് ഇത്തിരി പിണക്കത്തോടെ ആണെങ്കിലും മുത്തശ്ശിയുടെ ഒപ്പം അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. പിന്നീട് മുത്തശ്ശി അവളോട് ഞാനും നിന്നെ പോലെ ഒരു പ്രകൃതി സ്നേഹി തന്നെയാണെന്ന് പറഞ്ഞിട്ട് അവളോട് ചുറ്റുമുള്ള ആ ഒരു ഭംഗി ശരിക്കും ആസ്വദിക്കാനായിട്ട് പറയുമ്പോൾ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് ഒരുപാട് മൃഗങ്ങൾ അവിടേക്ക് വരുന്നതും ഇപ്പതാ ഒരു ലേക്കിൽ കൂടെ ബീവേഴ്സ് എന്ന കുറച്ച് ജീവികൾ നീന്തുന്നതൊക്കെ അവൾ കാണുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കാഴ്ച കാണുന്ന അവളുടെ പിണക്കൊക്കെ മാറ്റി വളരെയധികം ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ അവളുടെ ചൈൽഡ്ഹുഡ് ഫുള്ള് അവള് മുത്തശ്ശിയുടെ ഒപ്പം നിന്നിട്ട് ആ ഒരു പ്രകൃതിയുടെ ഒപ്പം വളർന്ന് പ്രകൃതിയെ സ്നേഹിച്ച് വളരെ സന്തോഷമായിട്ട് അങ്ങനെ കഴിഞ്ഞു വരായിരുന്നു. അവിടുന്ന് കട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റ് ഡേ കാണിക്കുകയാണെങ്കിൽ നമ്മുടെ മേബിൾ ഇപ്പൊ കുറച്ചും കൂടി വളർന്നിരിക്കുകയാണ്. മാത്രമല്ല, അവളുടെ മുത്തശ്ശി മരിച്ചു പോയിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവളുടെ ഒരു സീക്രട്ട് പ്ലേസ് അത് നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കുറെ കൺസ്ട്രക്ടേഴ്സ് ഒക്കെ വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ബ്രിഡ്ജുമേ ബോംബൊക്കെ വെച്ച് അതിനെ നശിപ്പിക്കാനായിട്ട് നോക്കുകയാണ്. ആക്ച്വലി ആ ഒരു ബ്രിഡ്ജിനെ അവർ തകർക്കുകയാണെങ്കിൽ ശരിക്കും അത് ആ ഒരു ലേക്കിന് തന്നെ ദോഷമായിരിക്കും. മാത്രമല്ല, ആ ഒരു എൻറ്റയർ ഏരിയ തന്നെ ഇത് മൂലം എഫക്ട് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ ഇത് മനസ്സിലാക്കുന്ന മേബിള് ഒരു ബ്രിഡ്ജ് തകർക്കാൻ ഞാൻ നിങ്ങൾ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ ഇപ്പൊ ആ ഒരു സിറ്റിയിലത്തെ മേയർ ആയിട്ടുള്ള ജെറി അങ്ങോട്ടേക്ക് വന്ന് അവളെ പിടിച്ച് മാറ്റാനായിട്ട് പറയുന്നുണ്ട്. ആക്ച്വലി ഈ ജെറിയും നമ്മുടെ മേബിളും കട്ട ശത്രുക്കളാണ്. കാരണം പുരോഗതിയുടെ പേരിൽ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ പ്രകൃതി എത്രമാത്രം ബാധിക്കുന്നു എന്ന് ആലോചിക്കാണ്ട് ജെറി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ചോദിച്ച് അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കുട്ടിയായിരുന്നു നമ്മുടെ മേബിൾ. ഇപ്പൊ തന്നെ ഈ ഒരു സ്ഥലത്ത് എത്രയോ മൃഗങ്ങളാണ് താമസിക്കുന്നതെന്നും നിങ്ങളിപ്പോ ഇത് നശിപ്പിക്കുകയാണെങ്കിൽ ആ ഒരു മൃഗങ്ങൾക്ക് അവരുടെ വീട് തന്നെ നഷ്ടമാവൂന്നൊക്കെ അവള് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നാ പിന്നെ ഒരു മൃഗത്തിനെ നീ ഞങ്ങൾ കാണിച്ചു തരാനായിട്ട് ജെറി അവളുടെ അടുത്ത് ആവശ്യപ്പെടുന്നുണ്ട്. നോക്കുമ്പോ ആകട്ടെ അവളുടെ ചുറ്റും ഒരൊറ്റ മൃഗത്തിനെ കാണിക്കോ അതിന്റെ സൗണ്ട് പോലും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പോ ആ ഒരു കൺസ്ട്രക്ടേഴ്സ് പാവം നമ്മളെ മേബിളിനെ അവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇതേ നേരം ജെറി ആകട്ടെ നിനക്ക് അത്രയും വലിയ പ്രശ്നമുണ്ടെങ്കിൽ നിനക്ക് സപ്പോർട്ട് എന്ന പോലെ ബാക്കിയുള്ളവരുടെ പെറ്റീഷൻസ് സ്വീകരിച്ച് നീ വരാനായിട്ട് അവളുടെ അടുത്ത് ആവശ്യപ്പെടുമ്പോൾ അവളിപ്പോ കണ്ട വീടുകളിലൊക്കെ നിറങ്ങി അവരുടെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരൊറ്റ മനുഷ്യൻ പോലും അവൾ പറയുന്നത് മനസ്സിലാക്കാനോ ഈ ഒരു പ്രകൃതിയെ സംരക്ഷിക്കാനോ തയ്യാറാകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് അവളിപ്പോ നേരെ അവളുടെ സ്കൂളിൽ എന്നിട്ട് അവിടുത്തെ ഒരു പ്രൊഫസറെ കണ്ടിട്ട് ജെറി പറയുന്നത് അവിടെ മൃഗങ്ങളൊന്നും ഇല്ലെന്നാണെന്ന് പറയുമ്പോൾ ആ ഒരു പ്രൊഫസറും അത് സത്യമാണെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോ അവിടെ ജീവികളൊന്നും ഇല്ലെങ്കിലും ആ ഒരു സ്ഥലത്തേക്ക് ഏതെങ്കിലും ഒരു ബീവർ എത്താണെങ്കിൽ അതിന് പുറകെ ബാക്കിയുള്ള എല്ലാ അനിമൽസിനും അങ്ങോട്ടേക്ക് എത്താൻ സാധിക്കുമെന്നും അവരിപ്പോ പറയുന്നുണ്ട്. കാരണം ഈ ബീവേഴ്സ് ഓരോ കമ്പും കോലൊക്കെ വെച്ചിട്ട് ഓരോ ബണ്ടുകളൊക്കെ കെട്ടിയിട്ട് ചെറിയ ഡാം പോലെ ഉണ്ടാക്കുന്നതാണ് അവരുടെ മെയിൻ ഹോബി. സോ അങ്ങനെ ഒരു എക്കോസിസ്റ്റം തന്നെ അവിടെ രൂപപ്പെടുകയാണെങ്കിൽ അതിനനുസരിച്ച് അവിടെ മൃഗങ്ങളും ഉണ്ടായിരിക്കുമെന്ന് ആ ഒരു പ്രൊഫസറിൽ നിന്ന് അറിയുന്ന നമ്മുടെ മേബിൾ ആകട്ടെ ഇപ്പൊ നേരെ അവിടേക്ക് വന്നിട്ട് ഒരു ബീവറിനെയും കാത്ത് അതിന് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് ഒക്കെ വെച്ച് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. പക്ഷെ ഇതുവരെ ഒരു ബീവറിനെ പോലും കാണാത്തവള് വളരെയധികം വിഷമിച്ച് പണ്ടത്തെ മുത്തശ്ശിയുടെ മെമ്മറീസ് ഒക്കെ ആലോചിച്ച് അങ്ങനെ ഇരുന്ന് കരയാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്നൊരു ബീവർ അവളുടെ മുമ്പിൽ കൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പോൾ അവള് വളരെ സീക്രട്ട് ആയിട്ട് ഒരു ബീവറിന്റെ പുറകെ നടന്നു പോകുമ്പോഴാണ് പെട്ടെന്നൊരു കാറ് വന്ന് നിർത്തി ആ ഒരു ബീവറിനെ അവിടുന്ന് കിഡ്നാപ്പ് ചെയ്ത് നേരെ അവളുടെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടേക്ക് പാഞ്ഞെത്തിയിട്ടുള്ള നമ്മുടെ മേബിള് നോക്കുമ്പോൾ ഇപ്പൊ ആ ഒരു ബീവർ എനിക്ക് ആ ഒരു സ്ഥലമൊക്കെ നല്ലതുപോലെ അറിയുന്നത് പോലെ മുമ്പോട്ട് ചെന്ന് അതിന്റെ ID കാർഡൊക്കെ പുറത്തേക്ക് എടുത്തിട്ട് സ്കാൻ ചെയ്ത് നേരെ അതിന്റെ ലാബിലോട്ട് കയറുന്നുണ്ട്. ഇതിപ്പോ എന്താണെന്ന് ആലോചിച്ച് അവളും ആ ഒരു ലാബിനകത്തേക്ക് കയറുമ്പോഴാണ് ശരിക്കും
ആ ഒരു ബീവറിന്റെ ബ്രെയിനും അവിടെ ഉണ്ടായിരുന്ന അവളുടെ പ്രൊഫസറിന്റെ ബ്രെയിനും തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അവള് കാണുന്നത്. ആക്ച്വലി ആ ഒരു ബീവർ ശരിക്കത്തെ എനിമലൊന്നും ആയിരുന്നില്ല, പകരം അതൊരു റോബോട്ടായിരുന്നു. മാത്രമല്ല അതിലേക്ക് ഇപ്പൊ ടെക്നോളജിയുടെ ഹെൽപ്പോട് കൂടിയിട്ട് ആ ഒരു പ്രൊഫസർ ഇപ്പൊ അവളുടെ ബ്രെയിൻ തന്നെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഒരുപാട് എക്സ്പെരിമെന്റ്സ് അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ താൻ നേരത്തെ കണ്ടത് ശരിക്കത്തെ ബീവറിനെ അല്ലെന്നും അത് തന്റെ പ്രൊഫസറിന്റെ തന്നെ പരിപാടിയായിരുന്നെന്നും മനസ്സിലാക്കുന്ന മേബിൾ ഇപ്പോ അവളുടെ അടുത്ത് ദേഷ്യപ്പെട്ട് നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന നല്ല ആളായിട്ടുള്ള ആ ഒരു പ്രൊഫസർ ആകട്ടെ തനിക്ക് മൃഗങ്ങളെ പറ്റി കൂടുതൽ പഠിക്കാനും മൃഗങ്ങളെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയും അവരുടെ പ്രശ്നങ്ങളും പ്രോബ്ലംസും ഒക്കെ മനസ്സിലാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് താൻ ഇങ്ങനത്തെ ഒരു സിസ്റ്റം കൊണ്ടുവന്നതെന്നും ഇങ്ങനെ ബ്രെയിൻ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും അവരുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കിയെടുക്കാനൊക്കെ സാധിക്കുമെന്നും ആ ഒരു പ്രൊഫസർ പറയുന്നുണ്ട്. അങ്ങനെ അവരത് പറഞ്ഞ് തീർക്കും മുമ്പ് ഇപ്പോ മേബിൾ ചെന്ന് നേരെ ആ ഒരു മെഷീനിലേക്ക് എടുത്തു ചാടിയിട്ട് അവളുടെ ബ്രെയിനും അതുപോലെ തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു ഐഡിയ വെച്ചിട്ട് അവൾക്ക് മറ്റൊരു ബീവറിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ആ ഒരു ലേക്കിനെയും മുത്തശ്ശിക്കും തനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു സ്ഥലത്തിനെയും പ്രൊട്ടക്ട് ചെയ്യണം എന്നാണ് അവളുടെ ഉദ്ദേശം. ഇതേ നേരം ഇത് ആപത്താണെന്ന് ഇപ്പൊ ആ ഒരു പ്രൊഫസർ അവളെ വാൺ ചെയ്യുന്നുണ്ടെങ്കിലും അത് കേൾക്കാൻ കൂട്ടാക്കാതെ അവളിപ്പോ ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വിച്ച് ഓഫ് ചെയ്യുന്നതിലൂടെ ഇപ്പൊ അവർക്ക് ഇവളുടെ ലൊക്കേഷൻ പോലും ട്രാക്ക് ചെയ്യാൻ പറ്റാണ്ട് ആവാണ്. അങ്ങനെ ഇപ്പോ ഒരു ബീവറിന്റെ രൂപത്തിലിരിക്കുന്ന നമ്മളുടെ സ്വന്തം മേബിളിന് ബാക്കിയുള്ള മൃഗങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും പറയുന്നതൊക്കെ മനസ്സിലാക്കി എടുക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോ ഇവള് ആ മൃഗങ്ങളോടൊക്കെ വേറെ ബീവറിനെ എവിടെയെങ്കിലും കണ്ടോന്ന് ചോദിച്ചു നടന്ന് ലാസ്റ്റ് ഒരു മടിയനായിട്ടുള്ള ലോഫ് എന്ന ഒരു ബീവറിനെ കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ അവള് ലോഫിന്റെ അടുത്ത് തന്റെ ഒപ്പം വരാനും ബണ്ട് കെട്ടാനും ആ ഒരു സ്ഥലത്തിന് പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൻ ഒരു ഇൻട്രസ്റ്റും കാണിക്കാണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ ഇപ്പൊ ഒരു കരടി അവനെ തിന്നാനായിട്ട് അവന്റെ പുറകെ വരുമ്പോ ആക്ച്വലി നമ്മളുടെ മേബിളാണ് ലോഫിനെ ആ ഒരു കരടിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്നത്. പക്ഷേ ഇത് കഴിഞ്ഞ് ലൂഫ് തന്നെ സഹായിക്കുന്ന അവള് വിചാരിച്ചെങ്കിലും ലൂഫ് ഇപ്പൊ അവളെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ ഒരു കരടി വിശന്നുകൊണ്ടാണ് തന്നെ തിന്നാൻ വന്നേന്നും അങ്ങനെ വിശക്കുമ്പോ എര പിടിച്ച് എരനെ തിന്നേണ്ടത് ഈ ഒരു പോണ്ടിന്റെ റൂളാണെന്നും അത് നീ ബ്രേക്ക് ചെയ്തു എന്നും പറഞ്ഞിട്ട് ഇവിടുത്തെ നിയമങ്ങളൊക്കെ തെറ്റിച്ച കാരണം കൊണ്ട് അവർ രണ്ടുപേരും ഇപ്പൊ മേബിളിനെയും കൂട്ടിയിട്ട് ആ ഒരു പ്രദേശത്തെ കിങ്ങിനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അപ്പോഴാണ് ഈ ഒരു കിങ് എന്ന് വെച്ചാൽ മറ്റൊരു ബീവർ ആണെന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കുന്നത്. അവന്റെ പേര് ജോർജ് എന്നായിരുന്നു. ഇങ്ങനെ ഇപ്പോ ആ ഒരു മൃഗങ്ങളെല്ലാം നമ്മുടെ മേബിളിനെ പിടിച്ചുകൊണ്ട് വന്ന് ജോർജിന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ താൻ ഈ പ്രദേശത്ത് പുതിയതാണെന്നും തനിക്ക് ഇതിന്റെ റൂൾസ് ഒന്നും അറിയാൻ പാടില്ലെന്ന് മേബിൾ പറയുമ്പോൾ ജോർജ് തന്നെ അവളെ കൂട്ടിക്കൊണ്ട് ആ ഒരു പ്രദേശത്തിലെ ഓരോ സ്ഥലങ്ങളും കാട്ടിക്കൊടുത്ത് അവിടുത്തെ റൂളുകളൊക്കെ അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ശരിക്കും അപ്പോഴാണ് ഈ മൃഗങ്ങൾ എത്രമാത്രം കോർഡിനേഷനിലാണ് ജീവിക്കുന്നതെന്നും മറ്റും അവൾക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ ശരിക്കും ഈ ആനിമൽസ് ഒക്കെ ജീവിക്കേണ്ട സ്ഥലത്ത് മനുഷ്യന്മാരെ വന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടി അവർക്ക് ജീവിക്കാൻ സ്ഥലമില്ലാണ്ട് അവരിപ്പോ ഇവിടെ വളരെ കൺജസ്റ്റഡ് ആണെന്നും അവര് മേബിളിന്റെ അടുത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം മേബിൾ ഇപ്പോ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നും നമുക്ക് അവിടെ പോയിട്ട് ജീവിച്ചുകൂടെ എന്നൊക്കെ ജോർജിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവിടെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലെന്നും ഭയങ്കര സൗണ്ട് ആണെന്നൊക്കെ ജോർജ് പറഞ്ഞിട്ട് അവളെയും കൂട്ടിയിട്ട് അത് കേൾപ്പിച്ചു കൊടുക്കാനായിട്ട് പോകുന്നുണ്ടെങ്കിലും അവിടെ എത്തുമ്പോൾ ജോർജിനടക്കം ബാക്കിയുള്ള എല്ലാ അനിമൽസിനും ഒരു തരം വളരെ ഫ്രീക്വൻസിയിൽ എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ മേബിളിന് മാത്രം അത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഒരു പക്ഷെ അവളൊരു ശരിക്കത്തെ അനിമൽ അല്ലാത്തോണ്ടാവാം അവളത് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ജോർജിന്റെ ഹെൽപ്പോട് കൂടി അവിടെ ഫുള്ള് നോക്കുമ്പോഴാണ് അവിടെ ഒരു മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ട്രീ ഇരിക്കുന്നതായിട്ടും അതിന് മുകളിൽ സ്പീക്കേഴ്സ് വെച്ചിട്ട് മൃഗങ്ങൾക്ക് മാത്രം കേൾക്കാൻ പറ്റുന്ന ഒരു സൗണ്ട് അവരിട്ടുകൊണ്ടാണ് ഈ മൃഗങ്ങളൊക്കെ ഇവിടെ നിന്ന് ഓടിപ്പിച്ചതെന്നും ഇത് ആ ജെറിയുടെ തന്നെ പണിയാണെന്നും മേബിൾ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ അവൾ ആ ഒരു സ്പീക്കറെ നശിപ്പിക്കാനായിട്ട് അതിന്റെ പുറത്ത് വലിഞ്ഞു കയറുമ്പോഴാണ് ഇപ്പൊ ഒരു പക്ഷിയുടെ രൂപത്തില് ആ ഒരു പ്രൊഫസറിന്റെ അസിസ്റ്റന്റ് മറ്റൊരു റോബോട്ടിന്റെ രൂപത്തിൽ അവിടേക്ക് എത്തുന്നത്. ലാസ്റ്റ് അവര് രണ്ടുപേരും തമ്മിൽ അടിയും പിടിയും ആയിട്ട് ആ ഒരു മെറ്റൽ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ട്രീ ഇപ്പോൾ നേരെ താഴേക്ക് വീഴുകയും ആ ഒരു സ്പീക്കേഴ്സ് നശിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ മേബിള് കാരണം കൊണ്ട് ആ ഒരു സൗണ്ട് നിന്ന സന്തോഷത്തില് ആ ഒരു അനിമൽസ് എല്ലാം മേബിള് പറഞ്ഞതുപോലെ തന്നെ മേബിളിന് ഏറ്റവും പ്രിയപ്പെട്ട ആ ഒരു സ്ഥലത്തേക്ക് തിരിച്ചു വരാനായിട്ട് തീരുമാനിക്കുകയാണ്. ഇതേ നേരം തന്നെ മേബിളിന്റെ ബ്രെയിൻ ഇപ്പോൾ ഒരുപാട് നേരമായിട്ട് ആ ഒരു റോബോട്ടിന്റെ ഉള്ളിൽ ആയതുകൊണ്ട് അത് അത്ര നല്ലതല്ലെന്ന് ലാബിൽ വെച്ച് ഓർക്കുന്ന പ്രൊഫസറെയും നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതേ നേരം ആ ഒരു സ്ഥലത്ത് വീണ്ടും അനിമൽസ് ഒക്കെ നിറയുന്നത് കണ്ട് സന്തോഷിച്ചു നിൽക്കുന്ന നമ്മുടെ മേബിളിനെയും നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതേ നേരം അന്ന് രാത്രി നമ്മുടെ ജോർജും മേബിളും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കെ ആ ഒരു ജെറി ഭയങ്കര ദുഷ്ടനാണെന്നും കാരണമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം സ്ഥലം പോലും നഷ്ടപ്പെട്ടെന്നും ഒക്കെ അവള് പറയുമ്പോൾ അങ്ങനെയൊന്നല്ലെന്നും എല്ലാവരും നല്ലവരാണെന്നും എല്ലാവരുടെ ഉള്ളിലും എന്തെങ്കിലും നല്ലതൊക്കെ ഉണ്ടെന്നും അത് മനുഷ്യന്മാരും അങ്ങനെ തന്നെയാണെന്നും അവനിപ്പോ പറയുന്നുണ്ട്. അങ്ങനെ അവര് സംസാരിച്ചിരിക്കാണ്. പെട്ടെന്ന് എല്ലാ മൃഗങ്ങളും ഇപ്പൊ അവരുടെ അടുത്തേക്ക് ഓടി വരുന്നത്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആ ഒരു ജെറി ആ ഒരു ബ്രിഡ്ജ് മുഴുവനും തന്നെ നശിപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല അവർ ഒന്നിലധികം ഫേക്ക് ട്രീസ് ഇപ്പൊ അവിടേക്ക് കൊണ്ടുവന്ന് സൗണ്ടൊക്കെ കേൾപ്പിച്ച് അവിടെയുള്ള എല്ലാ മൃഗങ്ങളെയും ഓടിച്ച് വിടാണ്. അങ്ങനെ ഈ ഒരു അവസരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വളരെയധികം വിഷമത്തോടെ മേബിള് നമ്മളെ ജോർജിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ലെന്നും നമുക്ക് എന്തായാലും കൗൺസിലിനെ കണ്ട് ചോദിച്ചു നോക്കാന്ന് പറഞ്ഞിട്ട് അവര് ഇപ്പൊ നേരെ കൗൺസിലിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. അതായത് നമ്മുടെ ജോർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ മാമൽസിലെ കിങ് ആയിരുന്നു.
അതുപോലെ മീനുകൾക്കും ഇൻസെക്ട്സിനൊക്കെ അവരുടെ ഓൺ ഫാമിലീസിൽ ഓരോ കിങ്ങുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ ആ കിങ്ങുകളുടെ എല്ലാവരുടെയും ഒരു മീറ്റിങ്ങിനെയാണ് നമ്മൾ ഈ കൗൺസിൽ എന്ന് പറയുന്നത്. അങ്ങനെ ഇപ്പോൾ അവരെല്ലാവരും കൂടി ആ ഒരു കൗൺസിലിൽ കൂടിയിട്ട് ഇങ്ങനെ ആ ഒരു സ്ഥലത്തിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണമെന്നും ആ ഒരു മനുഷ്യന്മാർ അത് തകർത്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ അതിനിപ്പോൾ എന്താ, നിങ്ങൾ അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനാണ് ബാക്കിയുള്ള കൗൺസിൽ മെമ്പേഴ്സ് ഒക്കെ നമ്മുടെ ജോർജിന്റെ അടുത്ത് പറയുന്നത്. ഇത് കേട്ട് ദേഷ്യം വരുന്ന മേബിൾ ആകട്ടെ, ഇന്നത് ഞങ്ങൾക്ക് പറ്റിയതും നാളെ അവർ ഈ ഒരു സ്പീക്കേഴ്സ് വെച്ച് നിങ്ങളുടെ സ്ഥലത്തേക്ക് വന്ന് നിങ്ങളെയും അവിടെ നിന്ന് ഓടിക്കുമെന്ന് പറയുമ്പോൾ ഇത് കേട്ട് അവിടെ ഇരിക്കുന്ന എല്ലാവരും ഒന്ന് പേടിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ അവരിൽ തന്നെ ഏറ്റവും ലീഡർ ആയിട്ടുള്ള ബട്ടർഫ്ലൈ കിങ് ഇപ്പോൾ അവരോട് എല്ലാവരോടും വന്നിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്കെല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രശ്നത്തിന് കാരണക്കാരനായിട്ടുള്ള ആ ജെറിയെ കൊന്നുകളയാന്ന് പറഞ്ഞിട്ട് അതിനെ കൊല്ലാനായിട്ട് ഇപ്പൊ അവള് കുറെ ഹണി ബീസിനെ തന്നെ അയക്കുന്നുണ്ട്. പക്ഷെ ആക്ച്വലി നമ്മുടെ മേബിളിന് ജെറിയെ കൊല്ലണം എന്നൊന്നും ഉണ്ടായിരുന്നില്ല. പകരം അവനെ ഒന്ന് പേടിപ്പിച്ച് അവനിങ്ങനെ പ്രകൃതിയെ നശിപ്പിക്കുന്നത് ഒന്ന് നിർത്തിയാൽ മാത്രം മതിയായിരുന്നു അവൾക്ക്. പക്ഷെ ഇപ്പൊ കാര്യങ്ങൾ വഷളായിന്ന് ഉറപ്പിക്കുന്ന അവള് ആ ഒരു ബട്ടർഫ്ലൈ കിങ്ങിന്റെ അടുത്ത് മാക്സിമം അത് പറഞ്ഞ് കൺവിൻസ് ആക്കാൻ നോക്കുന്നതിന്റെ ഇടയിൽ അവള് ശ്വാസം എടുക്കുമ്പോൾ ഇപ്പൊ ആ ഒരു ബട്ടർഫ്ലൈ അതിന്റെ ഇടയിൽ പെട്ടിട്ട് നേരെ മേബിളിന്റെ അകത്തേക്ക് പോവുകയും അതിന് ഡെഡ് ആവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതും കൂടി കാണുമ്പോൾ നീ വന്നിട്ട് ഞങ്ങളുടെ കിങ്ങിനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ബാക്കിയുള്ള കൗൺസിൽ മെമ്പേഴ്സ് ഒക്കെ നമ്മുടെ മേബിളിന്റെ എതിരെ തിരിയുമ്പോൾ ഇപ്പൊ ജോർജ് മേബിളിനെയും കൂട്ടിയിട്ട് വേഗം തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങൾ വളരെയധികം കൈവിട്ടു എന്ന് മനസ്സിലാക്കുന്ന ഇപ്പൊ ഒരു പ്രൊഫസർ അവളുടെ അസിസ്റ്റന്റിനെ ഉപയോഗിച്ച് നേരെ നമ്മളുടെ മേബിളിനെയും ജോർജിനെയും അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നുണ്ടെങ്കിലും ഇപ്പോൾ ആ ഒരു പക്ഷികളുടെ കിങ് ആകട്ടെ പക്ഷികളെ വെച്ചിട്ട് അവരെ ഫോളോ ചെയ്യിക്കുമ്പോൾ ഇപ്പൊ ആ ഒരു അസിസ്റ്റന്റ് അവിടെ ഉണ്ടായിരുന്ന ഒരു റോക്കുമ്പോ പോയിട്ട് ക്രാഷ് ചെയ്യുകയും അവർ നേരെ താഴോട്ട് വീഴുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ താഴോട്ട് എത്തിയപ്പോ ഓരോ മൃഗങ്ങളായിട്ട് വീണ്ടും വീണ്ടും അവർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ട് എത്തിയതിനു ശേഷം ജോർജ് ഇപ്പോൾ മേബിളിന്റെ അടുത്ത് വളരെയധികം ദേഷ്യപ്പെട്ടിട്ട് നീ കാരണമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് ദേഷ്യപ്പെടുമ്പോൾ അവള് വളരെ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് ജോർജ് ഇപ്പോൾ അവളെ ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. മാത്രമല്ല ആൾക്കാർക്ക് ഇടയ്ക്ക് ചില തെറ്റുകളൊക്കെ പറ്റുമെന്നും അത് നമ്മൾ ക്ഷമിക്കണമെന്നും പറഞ്ഞിട്ട് അവനിപ്പോ അവളെ ആശ്വസിപ്പിക്കുകയാണ്. ഇതേ നേരം തന്നെ ബാക്കിയുള്ള ലോഫും ആ ഒരു കരടിയൊക്കെ അവിടേക്ക് എത്തിയിട്ട് ഇപ്പോൾ ബാക്കിയുള്ള അനിമൽസ് മിക്കവരും കൂടിയിട്ട് ജെറിയെ അറ്റാക്ക് ചെയ്ത് അവനെ കൊന്നുകളയാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും അതിന് നമുക്ക് എങ്ങനെയെങ്കിലും തടയണമെന്ന് ഇവര് പ്ലാൻ ചെയ്യാണ്. അങ്ങനെ പിറ്റേ ദിവസം ഇപ്പൊ ജെറി ആകട്ടെ കുളിച്ച് സുന്ദരനായിട്ട് അവന്റെ മീറ്റിങ്ങിന് പോകാൻ റെഡിയായി നിൽക്കുമ്പോൾ തന്നെ ആകാശത്തിൽ കുറെ പക്ഷികൾ അവൻ അറ്റാക്ക് ചെയ്യാനായിട്ട് ഉള്ളൊരു ടൈം നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ജെറി കാറിൽ കയറുമ്പോൾ പെട്ടെന്ന് ലോഫ് അവന്റെ അടുത്തിരിക്കുന്നത് കണ്ട് അവൻ ഞെട്ടി പോവാണ്. പക്ഷെ തൊട്ട് പുറകെ തന്നെ നമ്മുടെ മേബിളും ഇരിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ അവള് അവന്റെ ഫോൺ എടുത്തിട്ട് അവൾക്ക് ഓൾറെഡി അറിയാവുന്ന കാരണം കൊണ്ട് തന്നെ ആ ഒരു ഫോണിൽ ടൈപ്പ് ചെയ്ത് ഞങ്ങൾ നിന്റെ ഫ്രണ്ട്സ് ആണെന്നും ഞങ്ങൾ പറയുന്നത് നീ കേൾക്കണമെന്നും നിന്റെ ലൈഫ് ഡേഞ്ചറിലാണെന്നും അവളിപ്പോൾ അവനെ വോൺ ചെയ്യുന്നുണ്ടെങ്കിലും അവനാകട്ടെ ഇതിപ്പോ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവാണ്ട് അത് കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഇതേ നേരം മേബിൾ ഇപ്പോൾ അവന്റെ അടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറയും. അവൾ പറഞ്ഞത് കേട്ട് മൂവ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഒരുപാട് ബേർഡ്സും എന്തിനു പറയുന്നു ഈ ബേർഡ്സിന്റെ ഹെൽപ്പിൽ ഇപ്പൊ ഒരു ഷാർക്ക് പോലും അവൻ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഇതേ നേരം തന്നെ ജെറി ബാക്കി 3 അനിമൽസിനെയും അവന്റെ വണ്ടിയിൽ നിന്ന് പറത്തി കളഞ്ഞെങ്കിലും ഇപ്പൊ മേബിൾ അവന്റെ ഒപ്പം കട്ടയ്ക്കിരുന്ന് അവനോട് പറയുന്നുണ്ടെങ്കിലും ഇപ്പൊ അവൾ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ അവന് മനസ്സിലാകാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇതേ നേരമാണ് ഇപ്പോൾ ആ ഒരു പ്രൊഫസർ അവിടേക്ക് എത്തുന്നത്. ഇപ്പൊ ആ ഒരു പ്രൊഫസറിന്റെ ചെവിയിലാകട്ടെ ആ ഒരു ഇയർ പീസ് ഉള്ളത് കാരണം കൊണ്ട് നമ്മുടെ മേബിൾ പറയുന്ന കാര്യങ്ങളൊക്കെ ആ ഒരു പ്രൊഫസറിന് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. സോ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് മേബിൾ ഇപ്പൊ നേരെ ആ ഒരു പ്രൊഫസറിന്റെ വണ്ടിയിലേക്ക് ചാടിയിട്ട് അവളുടെ ഇയർ പീസ് എടുത്തിട്ട് നേരെ കൊണ്ട് നമ്മുടെ ജെറിയുടെ ചെവിയിൽ വെക്കുന്നുണ്ട്. ഇതേ നേരം ജോർജും കൂട്ടനും ജെറിയെ ആ ഒരു എനിമൽ അറ്റാക്കിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇയർ പീസ് വെച്ചതിന് ശേഷം അവളിപ്പോ ജെറീനെ കണ്ട് താൻ ശരിക്കും മേബിൾ ആണെന്നും നീ കാടിനെ നശിപ്പിക്കുന്നത് നിർത്തണമെന്നും ആ ഒരു സ്ഥലത്ത് ഇനി ബ്രിഡ്ജുകളൊക്കെ നശിപ്പിച്ച് വീണ്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കരുതെന്നും അത് മൃഗങ്ങളുടെ സ്ഥലമാണെന്നും അവരവിടെ ജീവിക്കാൻ സമ്മതിക്കണമെന്നും സ്പീക്കേഴ്സൊക്കെ വെച്ച് അവരുടെ ഹാബിറ്റാറ്റിനെ നശിപ്പിക്കരുതെന്നും അവന്റെ അടുത്ത് പറഞ്ഞ് അവനെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ നേരം തന്നെ ഇപ്പോൾ ആ ഒരു പ്രൊഫസറുടെ അസിസ്റ്റന്റ് അങ്ങോട്ടേക്ക് വന്നിട്ട് അവളെ പിടിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ അവളെ ഇപ്പൊ ആ ഒരു പ്രൊഫസർ ആ ഒരു മെഷീനിലേക്ക് ഇടുമ്പോൾ അവള് തിരിച്ച് ആ ഒരു ബീവറിന്റെ രൂപത്തിൽ നിന്ന് അവളുടെ സ്വന്തം രൂപത്തിലേക്ക് ട്രാൻസ്ഫോം ആയി വരുന്നുണ്ട്. മാത്രമല്ല ഇപ്പൊ ആ ഒരു റോബോട്ടിന്റെ ശരീരം അങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ അവള് മരിച്ചു എന്ന് വിചാരിച്ച് ജോർജ് ഇപ്പോൾ അവളെ രക്ഷപ്പെടുത്താനായിട്ട് അവിടേക്ക് ഓടി എത്തുന്നുണ്ട്. ഇതേ നേരം ശരിക്കത്തെ മേബിൾ ഇപ്പോൾ അവന്റെ അടുത്ത് പറഞ്ഞ് സംസാരിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവള് പറയുന്ന ഒന്നും പാവം നമ്മുടെ ജോർജിന് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നില്ല. ഇതേ നേരം തന്നെ ഇപ്പൊ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും ഇപ്പൊ ജെറിയെ തേടി അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ ആ ഒരു മൃഗങ്ങളെല്ലാരും കൂടി ചേർന്നിട്ട് ജെറിയെയും ആ ഒരു പ്രൊഫസറിനെയും നമ്മുടെ മേബിളിനെ എല്ലാം കിഡ്നാപ്പ് ചെയ്തിട്ട് ആ ഒരു ലാബിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇതേ നേരം തന്നെ നേരത്തെ ആ ഒരു ബട്ടർഫ്ലൈ കിങ് അടിച്ചിരുന്നല്ലോ, ഇപ്പതാ അവന്റെ മകൻ വീണ്ടും ഒരു വേമിൽ നിന്ന് ഒരു ബട്ടർഫ്ലൈ ആയിട്ട് മാറിയിരിക്കുകയാണ്. മാത്രല്ല ഈ കൗൺസിൽ മെമ്പേഴ്സും അവർ നടത്തുന്ന ഈ ഒരു എക്സ്പെരിമെന്റിനെ പറ്റിയെല്ലാം നല്ല പോലെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഈ പുതിയതായിട്ടുണ്ടായിരിക്കുന്ന ഈ ബട്ടർഫ്ലൈ കിങ് ആ ഒരു മെഷീന്റെ ഹെൽപ്പോട് കൂടിയിട്ട് അവന്റെ ബ്രെയിൻ ട്രാൻസ്ഫർ ചെയ്തിട്ട് നേരെ ജെറിയുടെ പോലെ തന്നെയുള്ള ഒരു റോബോട്ടായിട്ട് മാറിയിരിക്കുകയാണ്. അവൻ ഓൾറെഡി ഒരു പുഴുവായിരുന്ന കാരണം കൊണ്ട് ഇപ്പതാ അവരെ മര്യാദയ്ക്ക് നടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്നിട്ടും ആ ഒരു ബട്ടർഫ്ലൈ കിങ് ഇപ്പോൾ
അവരുടെ അടുത്തേക്ക് വന്നിട്ട് അവരെ ഭീഷണിപ്പെടുത്തി, നിങ്ങൾ എങ്ങനെയാണോ ഞങ്ങളെ നശിപ്പിച്ചത് അതുപോലെ തന്നെ ഞാൻ എല്ലാ മനുഷ്യരെയും നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് അവനിപ്പോ ജെറി യൂസ് ചെയ്ത അതേ സ്പീക്കേഴ്സിൽ കുറച്ചുകൂടി ഫ്രീക്വൻസി കൂട്ടിയിട്ടിട്ട് എല്ലാ മനുഷ്യരെയും ഇത് കേൾപ്പിച്ച് ഞാൻ വട്ടുപിടിപ്പിക്കുമെന്ന് പറയാണ്. ഇത് കേട്ടിട്ട് മേബിള് എല്ലാ മനുഷ്യന്മാരും ഒരിക്കലും ജെറിയെ പോലെയല്ലെന്നും നല്ല മനുഷ്യരും ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ ആ ഒരു ബട്ടർഫ്ലൈ കിങ് ആകട്ടെ, നീ കൂടുതലൊന്നും പറയരുതെന്നും നീ സത്യങ്ങളൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ട് പാവം ആ ജോർജിനെ കൂടി ഇതിലേക്ക് വലിച്ചിട്ടില്ലേന്ന് അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് ആ ഒരു ബട്ടർഫ്ലൈ കിങ് ആകട്ടെ നമ്മുടെ ജെറിയുടെ രൂപത്തിൽ ആൾക്കാരെ വിളിച്ചുകൂട്ടി അവരെല്ലാരെയും നശിപ്പിക്കുന്ന ആ ഒരു കാര്യം ചെയ്യാനായിട്ട് പോകുമ്പോൾ ഇതേ ഗ്യാപ്പിൽ നമ്മളുടെ മേബിള് ജെറിയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് ഇപ്പൊ അവനെ ഒരു ബീവർ ആക്കിയിട്ട് ആ ഒരു മെഷീന്റെ ഹെൽപ്പോട് കൂടി മാറ്റിച്ചിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആകുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഇപ്പോ ആ ഒരു ബീവറിന്റെ രൂപത്തിലിരിക്കുന്ന ജെറിയെ ഉപയോഗിച്ചിട്ട് ആ ഒരു എനിമൽസ് കെട്ടിവെച്ച എല്ലാവരും തന്നെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ഇതേ നേരം തന്നെ ആ ഒരു ജെറിയുടെ രൂപത്തിലുള്ള ബട്ടർഫ്ലൈ കിങ് ആകട്ടെ ഒരൊറ്റ സ്വിച്ചിൽ മനുഷ്യന്മാരെല്ലാരെയും നശിപ്പിക്കാനായിട്ട് പോകുമ്പോൾ കൃത്യനേരത്തേക്ക് ഇപ്പൊ നമ്മുടെ മേബിള് അവിടേക്ക് കടന്നു വന്നിട്ട് നീ ഇങ്ങനെ ചെയ്യരുതെന്നും എല്ലാവരുടെ ഉള്ളിലും ഒരു നല്ലതുണ്ടെന്നൊക്കെ പറഞ്ഞ് അവനെ കൺവിൻസ് ചെയ്യിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട്. ആക്ച്വലി ഇതേ കാര്യം തന്നെ കേൾക്കുന്ന ജോർജിന് ഇതൊക്കെ ഒരിക്കലും താൻ അവൾക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളല്ലേ എന്ന് ആലോചിച്ചിട്ട് തന്റെ ആ ഒരു പഴയ ഫ്രണ്ടിനെ അവൻ മിസ് ചെയ്യുന്നതും നമ്മൾ കാണിക്കുന്നുണ്ട്. ഇതേ നേരം താൻ എത്രയൊക്കെ പറഞ്ഞിട്ടും ഒരു ബട്ടർഫ്ലൈ കിങ് മനസ്സിലാക്കാത്തതുകൊണ്ട് തന്നെ മേബിൾ ഇപ്പോൾ അവനുമായിട്ട് ചെറിയ ഒരു ഫൈറ്റിലാവുകയും അതിന്റെ ഒടുവിൽ നമ്മുടെ ബട്ടർഫ്ലൈ കിങ്ങിന്റെ കയ്യിലിരിക്കുന്ന ഒരു മൊബൈൽ ഇപ്പോൾ ഒരു മരത്തിന്റെ മുകളിലേക്ക് എറിയപ്പെടുകയും ചെയ്യാണ്. ആക്ച്വലി ആ ഒരു ഫോൺ വെച്ചിട്ടാണ് അവരിപ്പോ ഒരു സ്പീക്കേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്ത് മനുഷ്യരെ കൊല്ലാനായിട്ട് തീരുമാനിച്ചിരുന്നത്. അങ്ങനെ ഇപ്പോൾ ഒരു ബട്ടർഫ്ലൈ കിങ്ങും മേബിളും രണ്ടുപേരും കൂടി വാദിച്ച് ആ ഒരു മരത്തിന് മേളിൽ കയറിയിട്ട് ഫോൺ എടുക്കാനായിട്ട് ഒരുങ്ങുകയും ഇതിന്റെ ഇടയിൽ ആ ഒരു ബട്ടർഫ്ലൈ കിങ് മനഃപൂർവ്വം നമ്മുടെ മേബിളിനെ താഴോട്ടേക്ക് ഇടുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ വീടുന്നതിന്റെ ഇടയിൽ അവള് ആ ബട്ടർഫ്ലൈ കിങ് ഇരിക്കുന്ന ആ റോബോട്ട് ബോഡിയിലെ ജെറിയുടെ ആ ഒരു ഫേസ് മാസ്ക് ഊരുന്ന കാരണം കൊണ്ട് പിന്നീട് ആ ഒരു ബട്ടർഫ്ലൈ കിങ് ആ ഒരു ഫോൺ എടുക്കുമ്പോൾ അതിന്റെ ഫേഷ്യൽ സെൻസർ വർക്ക് ചെയ്യാത്ത കാരണം കൊണ്ട് അവന് അത് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അതിന്റെ ദേഷ്യത്തില് അവൻ അതിനെ ഹിറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ആ ഒരു ട്രീ അവിടേക്ക് മറഞ്ഞു വീഴുകയും അവിടെ വലിയൊരു എക്സ്പ്ലോഷൻ തന്നെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന എല്ലാ റോബോട്ട് ബോഡികളും നശിക്കുന്ന കാരണം കൊണ്ട് അവരെല്ലാം അവരുടെ ഒറിജിനൽ ബോഡീസിലേക്കും തിരിച്ചു വരുന്നുണ്ട്. ഇതേ നേരം തന്നെ ശരിക്കും ഈ ഒരു ബട്ടർഫ്ലൈ കിങ് ഇത്രമാത്രം ഈവിൾ ആണെന്ന് ബാക്കിയുള്ള എനിമൽസും മനസ്സിലാക്കിയിട്ട് ഇപ്പോ ഈ ഫ്രോഗുകളുടെ കിങ് ആയിരുന്ന ഒരു ഫ്രോഗ് കിങ് തന്നെ ആ ഒരു ബട്ടർഫ്ലൈന്റെ കാര്യത്തിൽ തീരുമാനമാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതിനുള്ളിൽ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു എക്സ്പ്ലോഷൻ ഭയങ്കരമായിട്ട് കത്തുകയും അതിൽ ഇഞ്ചോർഡ് ആയിരുന്ന ഓരോരുത്തരെയും നമ്മുടെ മേബിള് രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഇടയ്ക്ക് വെച്ച് അവളെ രക്ഷിക്കാനായിട്ട് മൃഗങ്ങളും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ അവരെല്ലാവരും സേഫ് ആയിട്ട് ഫോറസ്റ്റിലേക്ക് എത്തുന്നുണ്ടെങ്കിലും താഴെ ആ ഒരു സിറ്റി തന്നെ കത്തി നശിക്കുന്നത് കാണുന്ന മേബിളിന് ആകെ വിഷമമാകുന്നുണ്ട്. പക്ഷെ ഇത് കാണുന്ന ജോർജ് ആകട്ടെ ഇത് മനുഷ്യരെ രക്ഷിക്കാനായിട്ടുള്ള നമ്മളുടെ ഒരു സമയമാണെന്ന് പറഞ്ഞിട്ട് എല്ലാ മൃഗങ്ങളെയും കൂട്ടിയിട്ട് അവര് കെട്ടിവെച്ചിരിക്കുന്ന ആ ഒരു ബണ്ട് ഇപ്പോ ആ ഒരു മൃഗങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഒരുമിച്ച് നശിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാ വെള്ളവും ഇപ്പോൾ ഒഴുകി സിറ്റിയിലേക്ക് എത്തുകയും സിറ്റിയുടെ ആ ഒരു വലിയ ഫയർ നിന്ന് പോവുകയും കൂടുതൽ ആർക്കും ആപത്തില്ലാത്ത രീതിയിൽ അത് അവസാനിക്കുകയും ചെയ്യാണ്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിനു ശേഷം അവളിപ്പോ നേരെ അവളുടെ ആ ഒരു ഫേവറേറ്റ് പ്ലേസിലേക്ക് പോകുമ്പോൾ വീണ്ടും അവിടെ ജെറിയെ കാണുന്ന അവള് നിരാശയിൽ മടങ്ങാനായിട്ട് തുടങ്ങുമ്പോൾ ജെറി തന്നെ ഇപ്പൊ അവളെ വിളിച്ച് അവളെ സമാധാനിപ്പിച്ച് താൻ ഈ ഒരു സ്ഥലം പഴയതുപോലെ നിനക്ക് എങ്ങനെയാണോ ഇഷ്ടം അങ്ങനെ തന്നെയാണ് ആക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്നിട്ട് ആ ഒരു സ്ഥലം പഴയതുപോലെ തന്നെ പ്രകൃതിയോട് ചേർത്ത് മൃഗങ്ങൾക്ക് എല്ലാവർക്കും താമസിക്കാൻ പറ്റുന്ന ഒരിടമാക്കി മാറ്റുന്നുണ്ട്. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് മേബിള് ഇപ്പൊ നേരെ ചെന്നിട്ട് ആ ഒരു പ്രൊഫസറെയും കണ്ടിട്ട് പ്രൊഫസറിന്റെ ആ ഒരു എക്സ്പെരിമെന്റ് തകർത്തിയില് അവളുടെ അടുത്ത് സോറി ചോദിക്കുന്നുണ്ടെങ്കിലും പ്രൊഫസർ ഇപ്പോൾ ആളുടെ പുതിയ ഐഡിയാസ് കാണിച്ചു കൊടുത്തിട്ട് തന്നെ ഇതിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് അവള് മേബിളിനോട് റിക്വസ്റ്റ് ചെയ്യുകയും ഇത് കേട്ട് സന്തോഷമാകുന്ന മേബിൾ ഇപ്പോൾ അവളെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവളിപ്പോ നേരെ പോകുന്നത് അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവളുടെ സീക്രട്ട് ആയിട്ടുള്ള മുത്തശ്ശിക്ക് ഏറെ പ്രിയപ്പെട്ട ആ ഒരു സ്ഥലത്തേക്ക് തന്നെയായിരുന്നു. അവിടെ ഇപ്പോൾ അവളെയും വെയിറ്റ് ചെയ്തുകൊണ്ട് ജോർജ് എന്ന ആ ഒരു ബീവറും ഇരിപ്പുണ്ടായിരുന്നു. ശേഷം അവള് ചെന്ന് ജോർജിന്റെ അടുത്ത് ഇരുന്നിട്ട് അവളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ വെച്ചിട്ട് ഇമോജീസിലൂടെ ഇപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീനോട് കൂടിയിട്ട് ഇന്നത്തെ ഒരു ബ്യൂട്ടിഫുൾ ഹോപ്പേഴ്സ് എന്ന മൂവി ഇവിടെ അവസാനിക്കുകയാണ്. സോ സാധാരണ കാണുന്ന മൂവീസിൽ നിന്ന് നമുക്ക് നല്ലൊരു മെസ്സേജും കൂടി ആണ് ഈ ഒരു മൂവി നമുക്ക് തന്നത്. എനിവേ ഈ ഒരു കുട്ടിക്കുറുമ്പിയുടെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ എനിവേ വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സോ അടുത്ത നല്ലൊരു മൂവി ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.